സ്റ്റുഡൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശരിക്കും ഒരു ഇൻട്രൊഡക്ഷൻ തന്നിരുന്നു അല്ലേ, ബോട്ടണിയുടെ ശരിക്കും ചാപ്റ്റേഴ്സ് എത്രയുണ്ടെന്നുള്ളത്, അതായത് 11 ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളതും ആ 11 ചാപ്റ്റേഴ്സിൽ ഓരോ ചാപ്റ്റേഴ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ശരിക്കും പഠിക്കുന്നതെന്നുള്ളതും ശരിക്കും നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തതായിരുന്നു നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്. അത് നമ്മുടെ ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമായിരുന്നു. ഇന്ന് നമ്മൾ ശരിക്കും ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. അതായത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററായ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോവാണ്. ശരിക്കും ഞാൻ പറഞ്ഞു തന്നിരുന്നു എന്താണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ളത്. എന്താ ക്ലാസിഫിക്കേഷൻ? ബയോ മീൻസ് ലൈഫ്, നമുക്കറിയാം. ലിവിങ് ഓർഗാനിസത്തെ നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്യുന്നു, കാറ്റഗറൈസ് ചെയ്യുന്നു. അത് തന്നെയാണ് ശരിക്കും എന്തെന്ന് പറയുന്നത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ പഠിച്ചു അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞ് അതിനെക്കുറിച്ച് പല സയൻറ്റിസ്റ്റുകളും, അതായത് പണ്ടുകാലം മുതൽക്ക്, അതായത് നമ്മുടെ ഫാദർ ഓഫ് ബയോളജി എന്നറിയപ്പെടുന്ന അരിസ്റ്റോട്ടിൽ, അദ്ദേഹം മുതൽക്ക് ശരിക്കും എന്ത് ചെയ്തിരുന്നു, എല്ലാ ഓർഗാനിസത്തിനെയും ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അപ്പം അതൊക്കെ ആയിരിക്കും നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുക. അപ്പം അതിന് തൊട്ട് മുമ്പായിട്ട് ശരിക്കും ഒരു ജനറൽ, ശരിക്കും ഒരു ബേസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനെക്കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിനകത്ത് ഡീൽ ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെയാണ് ആ ബേസ് ഞാൻ ആദ്യം തുടങ്ങുന്നത്. ശരിക്കും നമുക്ക് ആദ്യം ആ ബേസിലേക്കൊന്ന് പോവാം. നമ്മളിവിടെ നോക്കി എഴുതിയിരിക്കുന്നത് എന്താണ്? ബേസ് സെൽ. ശരിയാ, സെല്ല് പഠിക്കാനുണ്ട് നമുക്ക്. അവിടെ കുറച്ചുകൂടി നമുക്ക് ഈസി ആയിരിക്കും ഇത് മനസ്സിലാവുകയാണെങ്കിൽ. മാത്രമല്ല നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഈ 2 കാര്യങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും ഈ ഒരു ബേസ് തൊട്ട് തുടങ്ങുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ പഠിക്കുവാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഏതാ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. എന്താണ് ഐഡിയ എന്നുണ്ട്? ഓർഗാനിസത്തിനെ എല്ലാം ഒന്ന് ശരിക്കും അടുക്കി പറക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഒന്ന് ഓർഗനൈസ് ചെയ്യുന്നു. അത് ആരൊക്കെ ഏത് രീതിയിൽ ഓർഗനൈസ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം അതൊന്ന് പഠിക്കണമെങ്കിൽ ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞാൽ മാത്രമേ ഒന്ന് ഈസി ആയിട്ട് മാറത്തുള്ളൂ ക്ലാസിഫിക്കേഷൻ. അതുകൊണ്ട് നമുക്ക് ആദ്യം നോക്കാം സെൽ. സെല്ലിന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. സെല്ലിൻ്റെ എന്താ നമ്മൾ പറയുന്നത്? ഇറ്റ് ഈസ് സെഡ് ടു ബി ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. ഇനി നമുക്ക് അറിയാം ആരാ സെല്ലിനെ ഡിസ്കവർ ചെയ്തത്? റോബർട്ട് ഹൂക്ക്. ആരാണ് ഡിസ്കവർ ചെയ്തത് ശരിക്കും? റോബർട്ട് ഹൂക്ക്. അപ്പം റോബർട്ട് ഹൂക്ക് നമുക്ക് അറിയാം അല്ലേ, അദ്ദേഹം ശരിക്കും പ്ലാന്റ് സെൽസിൽ നിന്നാണ് എടുത്തതെന്നും കോർക്ക് ടിഷ്യൂ ആണ് യൂസ് ചെയ്തതെന്നുള്ളതെന്നും അതുപോലെ ഡെഡ് സെൽസ് ആണ് കണ്ടെത്തിയതെന്നും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പം അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സെല്ലിനകത്ത് വരുന്നതാണ്. അപ്പം എനിവേ സെൽ ഈസ് സെഡ് ടു ബി ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. ഇനി നിങ്ങൾ എപ്പോഴും കേൾക്കാറുള്ള 2 പേരുകളാണ് പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും അത് തന്നെയാണ്, പ്രോകാരിയോട്സും യൂകാരിയോട്സ്. അപ്പോൾ എന്താണ് പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ് എന്ന് നമുക്ക് നോക്കാം. ചിലർ പറയും ന്യൂക്ലിയസ് ഉണ്ട് ഇല്ല എന്നുള്ളത്. അത് വളരെ തെറ്റാണ്. ഒരിക്കലും ന്യൂക്ലിയസ് ഉണ്ടെന്നുള്ളതോ ഇല്ല എന്നുള്ളതോ അടിസ്ഥാനത്തിലല്ല ഓർഗാനിസത്തിനെ പ്രോകാരിയോട്സ് എന്നും യൂകാരിയോട്സ് എന്നും വേർതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തൊട്ട് നമുക്ക് കറക്റ്റായിട്ട് പഠിച്ച് മനസ്സിലാക്കാം എന്താണ് പ്രോകാരിയോട്സ് എന്നും എന്താണ് യൂകാരിയോട്സ് എന്നുള്ളത്. അപ്പോൾ ദ വേർഡ് പ്രോ ആ പേരിൽ തന്നെയുണ്ട്. ആ പേരിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. പ്രോകാരിയോട്സിൽ ദ വേർഡ് പ്രോ മീൻസ് പ്രിമിറ്റീവ് എന്നാണ്. പ്രിമിറ്റീവ് എന്ന് പറയുമ്പോൾ ആദ്യം ഉണ്ടാവുന്നത്. ആദ്യമാകുമ്പോൾ ചില എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടാകും. അതിനകത്ത് നിന്ന് പിന്നീട് നല്ല മോഡിഫൈ ചെയ്തിട്ടായിരിക്കും അടുത്ത ആളുകൾ ഉണ്ടാവുക. അപ്പോൾ പ്രോകാരിയോട്സിൽ ദ വേർഡ് പ്രോ മീൻസ് പ്രിമിറ്റീവ് എന്നാണ് അർത്ഥം. ആൻഡ് ദ വേർഡ് carry on means ന്യൂക്ലിയസ്. അപ്പോൾ പ്രിമിറ്റീവ് ഓർഗാനിസംസ് ആണ്. അത്രയങ്ങ് കണ്ട് വെൽ ഡെവലപ്ഡ് ന്യൂക്ലിയസ് അല്ല ആർക്കുള്ളത്? പ്രോകാരിയോട്സ്. അപ്പോൾ ഒരു വെൽ ഡെവലപ്ഡ് ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസത്തെയാണ് നമ്മൾ ശരിക്കും എന്ത് പേര് നൽകിയിരിക്കുന്നത്? പ്രോകാരിയോട്സ്. What do you mean by prokaryotes? An organisms that do not have a well defined nucleus is said to be prokaryotes. ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസത്തെ നമുക്ക് എന്ത് പേര് നൽകാം? പ്രോകാരിയോട്സ്. അപ്പോൾ എന്താണ് യൂകാരിയോട്സ്? അവർ പ്രോകാരിയോട്സിൽ നിന്നും ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് യൂകാരിയോട്സ്. അപ്പോൾ എന്താണ് യൂകാരിയോട്സിന്റെ മീനിങ് എന്ന് നോക്കാം. The word you means eukaryotes, EU. The word you means true എന്നാണ് അർത്ഥം. And the word carry on familiar ആയപ്പോൾ നിങ്ങൾക്ക് carry on എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ്. An organisms that have a true nucleus is said to be
ആൻഡ് യൂക്കാരിയോട്ട്. അപ്പോൾ യൂക്കാരിയോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് എന്നായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. ഓർഗാനിസംസ് ദാറ്റ് ഹാവ് എ വെൽ ഡിഫൈൻഡ്, ആ വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ദേ ഹാവ് എ ട്രൂ ന്യൂക്ലിയസ്. അപ്പോൾ ഒരു ട്രൂ ന്യൂക്ലിയസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസത്തെ നമുക്ക് എന്ത് പേര് നൽകാം? യൂക്കാരിയോട്സ്. അങ്ങനെ ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് അല്ല എങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് പ്രോകാരിയോട്സ്. അപ്പോൾ ഫസ്റ്റ് ആ ബേസ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറഞ്ഞത് പ്രോകാരിയോട്സും യൂക്കാരിയോട്സ്. What do you mean by prokaryotes and eukaryotes? Organisms that have അല്ലെങ്കിൽ that do not have a well defined nucleus. ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ലാത്ത ഓർഗാനിസം, വെൽ ഡിഫൈൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ ന്യൂക്ലിയസ് ഇല്ല എന്നല്ല. Organisms that do not have a well defined nucleus is said to be prokaryotes. അപ്പോൾ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ലാത്തവരെ നമുക്ക് പ്രോകാരിയോട്സ് എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് യൂക്കാരിയോട്സ്? ആ വേർഡിൽ തന്നെ ഉണ്ട് ട്രൂ ന്യൂക്ലിയസ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? An organisms that have a true nucleus, that means a well defined nucleus is said to be eukaryotes. ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉണ്ട് എങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് യൂക്കാരിയോട്സ്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് യു മീൻ ബൈ എ വെൽ ഡിഫൈൻഡ് ആൻഡ് നോട്ട് എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്? എന്താണ് ശരിക്കും ഒരു ന്യൂക്ലിയസിനെ വെൽ ഡിഫൈൻഡും അതല്ല എന്ന് പറയാനുള്ള പ്രത്യേകത എന്താ? വാട്ട് ഇസ് എ ഡിഫറൻസ്? എപ്പോഴാണ് നമ്മൾ അതിനെ വെൽ ഡിഫൈൻഡ് എന്നും എപ്പോഴാണ് അതിനെ നോട്ട് വെൽ ഡിഫൈൻഡ് എന്നും പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഏതൊരു സെല്ലിനും 3 ബേസിക് കമ്പോണന്റുകളായിരിക്കും ഉണ്ടായിരിക്കും. ഏതൊക്കെയായിരിക്കാം ആ 3 ബേസിക് കമ്പോണൻസ്? ഏത് സെൽ എടുത്താലും എത്ര ബേസിക് കമ്പോണൻസ് ഉണ്ടായിരിക്കും? 3 ബേസിക് കമ്പോണൻസ് ഉണ്ടായിരിക്കും. One is said to be the cell membrane or otherwise plasma membrane. ഒന്നിനെ നമുക്ക് എന്ത് വിളിക്കാം? സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ. സെക്കൻഡ് കമ്പോണന്റിനെ സൈറ്റോപ്ലാസം എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ദ തേർഡ് കമ്പോണന്റ് is said to be nucleus. അങ്ങനെ ഏതൊരു സെൽ എടുത്താലും ഏത് ബേസിക് കമ്പോണൻസുകൾ ഉണ്ടായിരിക്കും? 3 ബേസിക് കമ്പോണൻസുകൾ ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ് ആ ബേസിക് കമ്പോണൻസ്? And outer layer called as cell membrane or plasma membrane, cytoplasm and nucleus. Which are the 3 components of a cell? Cell membrane or plasma membrane, cytoplasm and nucleus are the 3 basic components of a cell. ഇനി നമുക്ക് അവരുടെ ഫംഗ്ഷൻ നോക്കാം. എന്താണ് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ? ഇറ്റ് ഈസ് ദ ഔട്ടർമോസ്റ്റ് കവറിംഗ് ഓഫ് എ സെൽ. ഒരു സെല്ലിന്റെ ഔട്ടർമോസ്റ്റ് കവറിംഗ് തന്നെയാണ് എന്തെന്ന് പറയുന്നത്? സെൽ മെംബ്രെയിനും പ്ലാസ്മ മെംബ്രെയിനും. അപ്പോൾ എന്തായിരിക്കണം അവരുടെ ജോലി? പ്രൊട്ടക്ഷൻ ഓഫ് എ സെൽ ഫ്രോം ഇറ്റ്സ് സറൗണ്ടിങ്സ്. അതിൻ്റെ സറൗണ്ടിങ്സിൽ നിന്ന് ഒരു ബാരിയർ, നമ്മുടെ വീടിന് എങ്ങനെയാണോ മതിലുകൾ കൊടുക്കുന്നത് അതുപോലെ ഒരു സെല്ലിനെ അതിൻ്റെ സറൗണ്ടിങ് എൻവയോൺമെൻറ്റിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്ന ഒരു ബാരിയർ തന്നെയാണ് ശരിക്കും എന്തെന്ന് പറയുന്നത്? സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ. ഇനി എന്താണ് ന്യൂക്ലിയസ് എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ദ സെൻട്രൽ കൺട്രോളിംഗ് യൂണിറ്റ് ഓഫ് എ സെൽ. ഒരു ആറ്റത്തിനായാലും ന്യൂക്ലിയസ് നമ്മൾ പറയുന്നുണ്ട് അല്ലേ, കൺട്രോൾ ചെയ്യുന്ന. അതുപോലെ തന്നെ നമ്മുടെ സെല്ലിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സെൻട്രലി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ആളാണ് ശരിക്കും ആരെന്ന് പറയുന്നത്? ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ഇസ് ദ സെൻട്രൽ കൺട്രോളിംഗ് യൂണിറ്റ് ഓഫ് എ സെൽ. ഒരു സെല്ലിൻ്റെ സെൻട്രൽ കൺട്രോളിംഗ് യൂണിറ്റ് എന്ന് അറിയപ്പെടുന്നതേ ആര് തന്നെയാണ്? ന്യൂക്ലിയസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂക്ലിയസ്. കാരണം ന്യൂക്ലിയസിനകത്താണ് നമ്മുടെ അടുത്ത ജനറേഷനിലേക്കുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അത് ആരിലാണ്? നമുക്കറിയാം, ക്രോമസോംസ്. ക്രോമസോംസ് ഇരിക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയസ്. ആ ക്രോമസോമുകളിൽ ആരുണ്ട്? നമ്മുടെ ജനറ്റിക് മെറ്റീരിയലുകൾ, അതായത് DNA പ്രസൻ്റ് ആയിരിക്കുന്നത് എവിടെയാണ്? ക്രോമസോം. ആ ക്രോമസോം, ആ വെഹിക്കിൾ ഇരിക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഒരു സെല്ലിന് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ആ ഒരു കമ്പോണൻറ്റ്. അപ്പോൾ ശരിക്കും വെൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം ആ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പം ന്യൂക്ലിയസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരായിരിക്കണം? സെല്ലിനെ പുറമേ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു മെംബ്രെയിൻ സഹായിച്ചു. ആ മെംബ്രെയിൻ്റെ പേരാണ് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ. അങ്ങനെയാണെങ്കിൽ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ആ സെൻട്രൽ കൺട്രോളിംഗ് യൂണിറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒരു ബാരിയർ ഉണ്ടായിരിക്കണം, ഒരു മെംബ്രെയിൻ ഉണ്ടായിരിക്കണം. ആ മെംബ്രെയിൻ്റെ പേരെന്തായിരിക്കും? അപ്പോൾ ഇറ്റ് ഈസ് സെഡ് ടു ബി ന്യൂക്ലിയർ മെംബ്രെയിൻ. അതിനെയാണ് നമ്മൾ എന്താ വിളിക്കുക? ന്യൂക്ലിയർ മെംബ്രെയിൻ. അപ്പം എന്താ പറഞ്ഞു നിർത്തിയത്? ഏതൊരു സെല്ല് എടുത്താലും ഏതൊരു ഓർഗാനിസത്തിൻ്റെ ആയാലും ബേസിക് യൂണിറ്റ് എന്നറിയപ്പെടുന്നത് സെല്ല് തന്നെയാണ്.
അങ്ങനെ ഏതൊരു സെൽ എടുത്താലും അതിന് 3 ബേസിക് കമ്പോണന്റുകളായിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ 3 കമ്പോണൻസുകൾ കാണും. ഏതൊക്കെയാണ് ആ കമ്പോണൻസ്? ഒന്ന്, ഏറ്റവും പുറമേ കാണുന്ന ബാരിയർ, പ്രൊട്ടക്ഷൻ, നമ്മുടെ മതിലുകൾ സഹായിക്കുന്ന പോലെ വീടിനെ, നമ്മുടെ സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ബാരിയർ, എവിടെ നിന്ന്? സറൗണ്ടിങ്സിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതിൻ്റെ പേരാണ് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ. ഇനി അത് കഴിഞ്ഞ് ഏറ്റവും സെൻട്രലിലേക്ക് പോകുമ്പോൾ ഒരു സെല്ലിന്റെ എൻറ്റയർ ഫംഗ്ഷനെ കൺട്രോൾ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ശരിക്കും ആരെന്ന് പറയുന്ന ന്യൂക്ലിയസ്. എന്തുകൊണ്ടാണ് ന്യൂക്ലിയസിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, അടുത്ത ജനറേഷനിലേക്കുള്ള ഇൻഫർമേഷൻ പോലും സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? ന്യൂക്ലിയസ്. കാരണം ആ ന്യൂക്ലിയസിലാണ് നമ്മുടെ ഹെറിഡിറ്ററി വെഹിക്കിൾ എന്നറിയപ്പെടുന്ന ക്രോമസോം ഇരിക്കുന്നത്. ആ ക്രോമസോമിലാണ് നമ്മുടെ DNA അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയലുകൾ പ്രസന്റ് ആയിരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ് ന്യൂക്ലിയസ്. സോ ഇറ്റ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ദി റെസ്റ്റ് ഓഫ് ദി കമ്പോണൻസ് ഓഫ് എ സെൽ. ഒരു സെല്ലിൻ്റെ മറ്റുള്ള കമ്പോണൻസിൽ നിന്നും ആരെ തീർച്ചയായും പ്രൊട്ടക്ട് ചെയ്തിരിക്കണം? ന്യൂക്ലിയസ്. അപ്പോൾ ന്യൂക്ലിയസിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്ന ബാരിയർ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ന്യൂക്ലിയർ മെംബ്രെയിൻ. ഇനി ന്യൂക്ലിയസിനെയും സെൽ മെംബ്രെയിൻ്റെയും ഇടയ്ക്കുള്ള ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ്, ആ സ്പേസിനെ വിളിക്കുന്ന പേരാണ് സൈറ്റോപ്ലാസം. What do you mean by cytoplasm? The fluid-filled matrix that's seen between the nucleus and the cell membrane. സെൽ മെംബ്രെയിൻ്റെയും ന്യൂക്ലിയസിൻ്റെ അല്ലെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ്റെയും ബിറ്റ്വീൻ, ന്യൂക്ലിയസ് എന്ന് നമുക്ക് പറയാം, അതിന് കാരണമുണ്ട്. ന്യൂക്ലിയസിൻ്റെയും സെൽ മെംബ്രെയിൻ്റെയും ബിറ്റ്വീനിൽ ഫിൽ ചെയ്തിരിക്കുന്ന ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസിനെയാണ് നമ്മൾ ശരിക്കും എന്ത് വിളിക്കുക? സൈറ്റോപ്ലാസം. അപ്പം എന്താ ഡെഫിനിഷൻ? The fluid filled space that's seen between cell membrane and nucleus. What do you mean by cytoplasm? The fluid filled space that's seen between cell membrane and the nucleus is said to be cytoplasm. What is the peculiarity of cytoplasm? It contains cell organelles. നിങ്ങൾ പഠിച്ചിട്ടുള്ള I think 8th ചിലപ്പോൾ ആ സെൽ ഓർഗനൽസ് നമ്മൾ പഠിച്ചിട്ടുള്ള മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മ റെറ്റിക്കുലം, റൈബോസോംസ്, ലൈസോസോംസ്, ഇങ്ങനെയുള്ള എല്ലാ വിധത്തിലുള്ള സെൽ ഓർഗൻസും അടങ്ങിയിരിക്കുന്ന ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൈറ്റോപ്ലാസം. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ഏത് ചാപ്റ്ററിലായിരിക്കും പഠിക്കുക? സെൽ എന്ന് പറയുന്നത്. കാരണം സെല്ലിൻ്റെ കമ്പോണൻസ് ആയതുകൊണ്ട് സെൽ എന്ന ചാപ്റ്ററിലായിരിക്കും പഠിക്കുക. സോ നമ്മളിവിടെ പഠിച്ചു വരുന്നതിന് ഒരു കാരണമുണ്ട്. അപ്പോൾ സെല്ലിൻ്റെ 3 കമ്പോണൻസ് ഏതൊക്കെയാണ്? ആൻ ഔട്ടർ ലെയർ കോൾഡ് ആസ് സെൽ മെംബ്രെയിൻ ഓർ പ്ലാസ്മ മെംബ്രെയിൻ, സെൻട്രൽ കൺട്രോളിംഗ് യൂണിറ്റ് കോൾഡ് ആസ് ന്യൂക്ലിയസ് ആൻഡ് ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസ് കോൾഡ് ആസ് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിൻ്റെ ജോലി എന്താ? അതിനകത്ത് സെൽ ഓർഗനൽസ്. സെൽ മെംബ്രെയിൻ്റെ ജോലി എന്താ? ഒരു സെല്ലിനെ അതിൻ്റെ സറൗണ്ടിങ് മീഡിയത്തിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്ന മെംബ്രെയിനാണ് സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ. ഇനി ഏറ്റവും സെൻട്രലിൽ കാണപ്പെടുന്നത് ആരാണ്? ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനെ സെൻട്രൽ കൺട്രോളിംഗ് യൂണിറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ന്യൂക്ലിയസിനെ? കാരണം ന്യൂക്ലിയസിനുള്ളിലാണ് നമ്മുടെ ഹെറിഡിറ്ററി വെഹിക്കിളായ ക്രോമസോംസ് ഇരിക്കുന്നത്. ആ ക്രോമസോംസിൽ ആരടങ്ങിയിട്ടുണ്ട്? DNA. അപ്പോൾ DNA നമുക്കറിയാം അടുത്ത ജനറേഷനിലേക്കുള്ള ഇൻഫർമേഷൻ. അപ്പോൾ സോ ഇറ്റ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ദി അതർ കമ്പോണൻസ്. അതുകൊണ്ട് ന്യൂക്ലിയസിനെ തീർച്ചയായും എന്ത് ചെയ്തിരിക്കണം? സൈറ്റോപ്ലാസത്തിൽ നിന്നും പ്രൊട്ടക്ഷൻ നേടിയിരിക്കണം. അങ്ങനെ ന്യൂക്ലിയസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന മെംബ്രെയിനാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ. അപ്പം നമ്മൾ എന്തിനാണ് ഇത് പഠിച്ചതെന്ന് ചോദിച്ചാൽ, ഓർഗാനിസത്തെ പ്രോകാരിയോട്ടെന്നും യൂകാരിയോട്ടെന്നും വേർതിരിക്കാനുള്ള കാരണം തന്നെ ഈ ന്യൂക്ലിയർ മെംബ്രെയിനാണ്. അതായത് വി ക്ലാസിഫൈഡ് ഓർഗാനിസംസ് ഇൻടു പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ് on the basis of presence or absence of nuclear membrane. Whether nuclear membrane is present or not, nuclear membrane ഒരു സെല്ലിലുണ്ടോ ഇല്ലയോ എന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ ശരിക്കും ഓർഗാനിസത്തെ എന്തായി കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്? പ്രോകാരിയോട്സ് എന്നും യൂകാരിയോട്സ് എന്നും. അപ്പോൾ what do you mean by prokaryotes and eukaryotes? ഏത് ബേസിസ്, ഏതൊരു ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോഴും അതിനൊരു അടിസ്ഥാനം ഉണ്ടായിരിക്കും. അതായത് ഏതിൻ്റെ ബേസിസിലാണ് നമ്മൾ ശരിക്കും അവരെ വേർതിരിച്ചിരിക്കുന്നത്, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്ത് ബേസിസിലാണ് ശരിക്കും ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യാനുള്ള കാരണം എന്താണ്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും അവരെവിടെ ഇങ്ങനെ വേർതിരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ പോയിന്റ് പഠിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് മനസ്സിലാക്കി തരാനാണ് സെല്ലിൻ്റെ കമ്പോണൻസ് പറഞ്ഞു വന്നത്. അപ്പം ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് ആണോ അല്ലയോ എന്ന അടിസ്ഥാനം, അതാണ് അവിടുത്തെ ബേസ്. അപ്പോൾ which is the basis of classification of organisms into prokaryotes and eukaryotes, whether nuclear membrane is present or not.
ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടോ ഇല്ലയോ എന്ന ബേസിസിലാണ് ഓർഗാനിസത്തെ എത്രയായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്? പ്രോകാരിയോട്സ് എന്നും യൂകാരിയോട്സ് എന്നും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി, ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തായിരിക്കണം? ന്യൂക്ലിയസിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് ആണെങ്കിൽ അതിനെ പൂർണ്ണതയുള്ള ഒരു ന്യൂക്ലിയസ് എന്ന് നമുക്ക് വിളിക്കാം. കാരണം ന്യൂക്ലിയർ മെംബ്രെയിനും കൂടെ ഉണ്ടായിരിക്കുമ്പോൾ ശരിക്കും ഒരു പൂർണ്ണത നേടിക്കഴിഞ്ഞു. അങ്ങനെ അതിനെയാണ് വെൽ ഡിഫൈൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ ആ പൂർണ്ണത നേടണമെങ്കിൽ ന്യൂക്ലിയസിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ആര് വേണം? ന്യൂക്ലിയർ മെംബ്രെയിൻ. അങ്ങനെ ന്യൂക്ലിയസിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടെങ്കിൽ അതിനെ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് എന്ന് വിളിക്കാം. ആ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉള്ളവരെ നമുക്ക് എന്തും വിളിക്കാം? യൂകാരിയോട്സ് എന്നും വിളിക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി, an organisms that have a well defined or a true nucleus is said to be eukaryotes. What do you mean by a true nucleus? If nuclear membrane is present over the അല്ലെങ്കിൽ around the nucleus, it is said to be a true nucleus or a well defined nucleus. അപ്പോൾ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ന്യൂക്ലിയസിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അതിന് സറൗണ്ടിങ് ആയിട്ട് ആരുണ്ടായിരിക്കണം? ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടാകുമ്പോൾ അതൊരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആയി. ആ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസത്തെ നമുക്ക് യൂകാരിയോട്സ് എന്ന് വിളിക്കാം. അങ്ങനെ ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല എങ്കിൽ ശരിക്കും ഒരു പൂർണ്ണത നേടിയിട്ടില്ല, നോട്ട് എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. അപ്പോൾ പ്രിമിറ്റീവ് ആയിരിക്കും. അവരെ നമുക്ക് എന്തും വിളിക്കാം? പ്രോകാരിയോട്സ് എന്നും വിളിക്കാം. അങ്ങനെയാണ് ശരിക്കും ഓർഗാനിസത്തിനെ പ്രോകാരിയോട്സ് എന്നും യൂകാരിയോട്സ് എന്നും വേർതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് പ്രോകാരിയോട്ട് എന്താണെന്ന് അറിയണം, യൂകാരിയോട്ടും എന്താണെന്ന് അറിയണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ പ്രോകാരിയോട്സും യൂകാരിയോട്സും എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഉണ്ട് ഇല്ല എന്നൊരിക്കലും പറയരുത്. ന്യൂക്ലിയസ് ഉണ്ട് എല്ലാവർക്കും, പക്ഷേ അത് വെൽ ഡിഫൈൻഡ് ആണോ അല്ലയോ എന്നുള്ള ബേസിസിലാണ് വേർതിരിച്ചിരിക്കുന്നത്. എപ്പോഴാണ് ഒരു ന്യൂക്ലിയസിനെ വെൽ ഡിഫൈൻഡ് എന്ന് നമ്മൾ വിളിക്കുക? ഏതൊരു സെല്ലിനും 3 ബേസിക് കമ്പോണൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഔട്ടർ പ്രൊട്ടക്റ്റിംഗ് കവറിംഗ് ആയ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ, സെൻട്രൽ കൺട്രോളിംഗ് യൂണിറ്റ് എന്നറിയപ്പെടുന്ന ന്യൂക്ലിയസ്, അതിനിടയ്ക്കുള്ള ഫ്ലൂയിഡ് ഫിൽഡ് മാട്രിക്സ് ആയ സൈറ്റോപ്ലാസം. ഈ ന്യൂക്ലിയസ് നമ്മുടെ സെൻട്രൽ കൺട്രോളിംഗ് എന്ന് പറയാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായി. ഹെറിഡിറ്ററി വെഹിക്കിളായ ക്രോമസോംസും DNA-യും ഒക്കെ പ്രസന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ കമ്പോണൻസ്. അതുകൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് പ്രൊട്ടക്ഷൻ നേടിയേ പറ്റുള്ളൂ. അപ്പോൾ ന്യൂക്ലിയസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്നതായിരിക്കും ന്യൂക്ലിയർ മെംബ്രെയിൻ. അപ്പോൾ ന്യൂക്ലിയർ മെംബ്രെയിനും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി ഇറ്റ് ഇസ് എ വെൽ ഡിഫൈൻഡ്, ദാറ്റ് ഈസ് ഒരു പൂർണ്ണത നേടിക്കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയുള്ളൊരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആയിരിക്കും ആർക്കുണ്ടാവുക? യൂകാരിയോട്സ്. അതുകൊണ്ടാണ് ആ പേരിൽ തന്നെ ഉള്ളത് ട്രൂ ന്യൂക്ലിയസ്. Organisms that have a well-defined nucleus is said to be eukaryotes. എന്നാൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല എങ്കിൽ അവിടെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ പൂർണ്ണത നേടിയിട്ടില്ല അവിടെ. അത് നോട്ട് എ വെൽ ഡിഫൈൻഡ്. അപ്പം നോട്ട് എ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉള്ളവരെ നമുക്ക് എന്താ വിളിക്കാം? പ്രോകാരിയോട്സ്. അപ്പം അതിൻ്റെ ബേസ് കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിലേക്ക് കടക്കുക. അപ്പോൾ നമുക്ക് ബേസ് കഴിഞ്ഞു, ശരിക്കും പ്രോകാരിയോട്സും യൂകാരിയോട്സും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റാർട്ടിങ്ങിലേക്ക് പോവാം, ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ചാപ്റ്ററിനകത്ത് തന്നെ നമ്മുടെ ഏർലിയസ്റ്റ് ക്ലാസിഫിക്കേഷൻ, ആദ്യം മുതൽക്കേ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്ത് നമുക്ക് പഠിക്കണം. ശരിക്കും ഡീമെറിറ്റ്സുകൾ ഉണ്ടെങ്കിൽ കൂടി നമുക്കത് പഠിച്ചാലേ പറ്റത്തുള്ളൂ. പഠിച്ച് ശരിക്കും നമ്മൾ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആയിരിക്കും ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുക. അതാരുടെ ആയിരിക്കും നമ്മൾ പഠിക്കുക? വിറ്റേക്കറുടെ 5 കിങ്ഡം. എന്നാലും നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തവരെ കുറിച്ചൊന്ന് പഠിക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഏർലിയസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ആദ്യം മുതൽക്കേ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിച്ച സയൻറ്റിസ്റ്റാണ് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് ബയോളജി. ബയോളജിയുടെ തന്നെ ഫാദർ എന്നറിയപ്പെടുന്നതാണ് അരിസ്റ്റോട്ടിൽ. അദ്ദേഹം തന്നെ പണ്ട് കാലത്തെ ശ്രമിച്ചിരുന്നു എങ്ങനെ നമുക്ക് ഒരു എളുപ്പത്തിന് ഓർഗാനിസം ഇത്രയും മൈക്രോസ്കോപ്പിക്കും ഇത്രയും ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള സുപ്പീരിയർ ആയിട്ടുള്ള മനുഷ്യൻ വരെ ഉള്ളപ്പോൾ എങ്ങനെ നമുക്ക് ഇവരെ ഒന്ന് ശരിക്കും ഓർഗനൈസ് ചെയ്യാം, ഒന്ന് ക്ലാസിഫൈ ചെയ്യാം, ഒന്ന് കാറ്റഗറൈസ് ചെയ്യാമെന്ന് ആര് ചിന്തിച്ചിരുന്നു? അരിസ്റ്റോട്ടിൽ അന്നേ ചിന്തിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു? ഓർഗാനിസത്തിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാൻ, ഒന്ന് കാറ്റഗറൈസ് ചെയ്യാനും അദ്ദേഹം ശ്രമിച്ചു. അപ്പോൾ അരിസ്റ്റോട്ടിൽ എങ്ങനെയാണ് ശ്രമിച്ചതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ he is known as the father of biology and his system of classification is said to be earliest system of classification. ആദ്യകാലത്തെ നമുക്കറിയാം ഒരുപാട് പോരായ്മകൾ ഉണ്ടാകും അതിനകത്ത്. അദ്ദേഹം എന്തിൻ്റെ ബേസിസ്, ഞാൻ എപ്പോഴും പറയുന്നതാണ്,
എന്തൊരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞാലും നമുക്ക് ഇത്ര ടൈപ്സ് ഉണ്ട് അല്ലെങ്കിൽ ഇത്രയായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം എന്നൊക്കെ പറയുമ്പോഴും എന്തിൻ്റെ ബേസിസിലാണ്, ശരിക്കും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരിങ്ങനെ മാറ്റിയതെന്ന് നമുക്കറിയണം. അപ്പോൾ അദ്ദേഹം മാറ്റിയത് ഓൺ ദ ബേസിസ് ഓഫ് ദി മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. ഇവിടെ ആ ടേം വന്നു മോർഫോളജിക്കൽ. അപ്പോൾ മോർഫോളജി എന്താണെന്ന് നമ്മൾ ശരിക്കും പറഞ്ഞിരുന്നു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിലെ. മോർഫോളജി മീൻസ് ദ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഓഫ് ആൻ ഓർഗാനിസം. ഒരു എക്സ്റ്റേണൽ ഫീച്ചറിനെയാണ് ശരിക്കും നമ്മൾ എന്ത് വിളിക്കുന്നത്, മോർഫോളജി. ആ മോർഫോളജിയുടെ ബേസിസിൽ അദ്ദേഹം പ്ലാന്റ്സിനെയും ഒന്ന് ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിച്ചു, ആനിമൽസിനെയും ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിച്ചു. പ്ലാന്റ്സിനെ അദ്ദേഹം എത്രയായി ക്ലാസിഫൈ ചെയ്തു, 3 ആയിട്ട്. ഏതൊക്കെയത്, ഹെർബ്സ്, ഷ്രബ്സ് ആൻഡ് ട്രീസ്. നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. ഹെർബ്സ് കുറ്റിച്ചെടികളുണ്ടാകും, കുറച്ചുകൂടി ഹൈറ്റ് കൂടിയതുണ്ടാവും, പിന്നെ വലിയ മരങ്ങളുണ്ടാവും. ദാറ്റ് ഈസ് ഹെർബ്സ്, ഷ്രബ്സ് ആൻഡ് ട്രീസ്. ഇങ്ങനെ 3 ആയിട്ടാണ് ശരിക്കും മോർഫോളജി നോക്കുമ്പോൾ തന്നെ അറിയാമല്ലേ, ഹൈറ്റിൻ്റെ വ്യത്യാസം അവരിൽ കാണാൻ സാധിക്കും. അങ്ങനെ മോർഫോളജിക്കൽ ബേസിസിലായിരുന്നു അരിസ്റ്റോട്ടിൽ ആദ്യം ആരെ ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിച്ചത്, പ്ലാന്റ്സ്. അങ്ങനെ പ്ലാന്റ്സിനെ അദ്ദേഹം 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തു, ഹെർബ്സ്, ഷ്രബ്സ് ആൻഡ് ട്രീസ്. അതോടൊപ്പം അദ്ദേഹം ആരെയും ഒന്ന് ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിച്ചിരുന്നു, ആനിമൽസ്. ആനിമൽസിനെ അദ്ദേഹം 2 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തു. ഏതൊക്കെയാണ്, റെഡ് ബ്ലഡഡ് എന്നും നോൺ റെഡ് ബ്ലഡഡ് ആനിമൽസ് എന്നും. ഏതൊക്കെയാണ്, റെഡ് ബ്ലഡഡ് ആൻഡ് നോൺ റെഡ് ബ്ലഡഡ് ആനിമൽസ്. നിങ്ങൾക്കറിയാം, നമുക്ക് ഹീമോഗ്ലോബിനകത്തുള്ള അയൺ ആണ് ശരിക്കും നമുക്ക് റെഡ് പിഗ്മെന്റ്സ് നമ്മുടെ ബ്ലഡിന് റെഡ് കളർ തരും. എന്നാൽ ബ്ലൂ കളർ തരുന്നവരും ഒക്കെ ഉണ്ട്, അത് അക്വാട്ടിക് വരുന്നതാണ്. അത് അനിമൽ കിങ്ഡത്തിലായിരിക്കും കൂടുതൽ ഡീറ്റെയിൽസ്, കാരണം ഇത് എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ആനിമൽസ്. അപ്പം ആനിമൽസ് സുവോളജിയിൽ നിങ്ങൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അനിമൽ കിങ്ഡം ഒക്കെ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് റെഡ് ബ്ലഡഡും നോൺ റെഡ് ബ്ലഡഡിനെ കുറിച്ചൊക്കെ. അപ്പം എനിവേ നമുക്കിവിടെ ജസ്റ്റ് പറയേണ്ടുന്ന ആവശ്യമുള്ളൂ, അരിസ്റ്റോട്ടിലാണ് ഏർലിയസ്റ്റ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നത്. അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ തന്നെ ആര് കൊണ്ടുവന്നു, അരിസ്റ്റോട്ടിൽ. ഹി ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് ബയോളജി. അദ്ദേഹം ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തത് ഏത് ബേസിസിലാണെന്ന് ചോദിച്ചാൽ ബേസ്ഡ് ഓൺ ദി മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. മോർഫോളജിക്കൽ ഫീച്ചേഴ്സിലാണ് അദ്ദേഹം കാറ്റഗറൈസ് ചെയ്തത്. ഹി ക്ലാസിഫൈഡ് പ്ലാന്റ്സ് ഇൻ ടു ഹെർബ്സ്, ഷ്രബ്സ് ആൻഡ് ട്രീസ്. അതായത് നമുക്കറിയാം ഹൈറ്റിൻ്റെ ബേസിസിലാണ് അത് ക്ലാസിഫൈ ചെയ്തത്. ആനിമൽസിനെ അദ്ദേഹം 2 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തു, ദോസ് വിത്ത് റെഡ് ബ്ലഡ് ആൻഡ് ദോസ് വിത്ത് നോൺ റെഡ് ബ്ലഡ്. അപ്പോൾ റെഡ് ബ്ലഡ് എന്നും നോൺ റെഡ് ബ്ലഡ്. അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈ ചാപ്റ്ററിൻ്റെ 1ാമത്തേതാണ് പഠിക്കുന്നത്. ആദ്യം പഠിക്കേണ്ടുന്നത് ഫസ്റ്റ് അരിസ്റ്റോട്ടിൽ. ആരുടെ ക്ലാസിഫിക്കേഷൻ ആണ് ആദ്യം പഠിക്കേണ്ടത്, അരിസ്റ്റോട്ടിൽ. ദ ഏർലിയസ്റ്റ് ക്ലാസിഫിക്കേഷൻ പുട്ട് ഫോർവേഡ് ബൈ അരിസ്റ്റോട്ടിൽ ആൻഡ് ഹി ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ബയോളജി. ഓൺ ദ ബേസിസ് ഓഫ് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. ഏത് ബേസിസിലാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത്, ഓൺ ദ ബേസിസ് ഓഫ് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. Morphology means external feature of an organism. On the basis of these external features, he classified plants into herbs, shrubs and trees, and animals into red-blooded and non-red-blooded. ഒരുപാട് പോരായ്മകൾ അദ്ദേഹത്തിൽ നിന്നുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങളിപ്പോൾ പഠിച്ചപ്പോൾ തന്നെ മനസ്സിലായി, പ്രോകാരിയോട്ട് പറയണം, യൂകാരിയോട്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയണം. അതിനെക്കുറിച്ചൊന്നും അദ്ദേഹം പറയുന്നില്ല ഇവിടെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വെൽ അക്സെപ്റ്റഡ് ആയിട്ട് എടുക്കാനും സാധിച്ചിരുന്നില്ല. അപ്പോൾ ഇനി 2ാമത് ആര് ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് നോക്കാം. കാരണം 1ാമത്തെ നമ്മൾ വെൽ അക്സെപ്റ്റഡ് അല്ല, അപ്പോൾ ഇനി അക്സെപ്റ്റ് ആകുന്നത് വരെ നമ്മൾ നോക്കണം. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം പുട്ട് ഫോർവേഡ് ബൈ കോൾ ലിനേയസ്. അപ്പോൾ 2ാമത്തെ പഠിക്കേണ്ടത് ആരെ കുറിച്ചിട്ടാണ്, കോൾ ലിനേയസ്. കോൾ ലിനേയസിന്റെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തെ നമ്മൾ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ആരുടേതാണ്, ഏർലിയസ്റ്റ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം പുട്ട് ഫോർവേഡ് ബൈ അരിസ്റ്റോട്ടിൽ. സെക്കൻഡ് വൺ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം പുട്ട് ഫോർവേഡ് ബൈ കോൾ ലിനേയസ്. അപ്പോൾ 2ാമത് ആരെയാണ് പഠിക്കേണ്ടത്, ലിനേയസിന്റെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. ആ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. അത് സിമ്പിൾ ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. കിങ്ഡം പ്ലാന്റ് എന്നും കിങ്ഡം അനിമേലിയം. പ്ലാന്റ്സിനെ എല്ലാം സുപ്പീരിയർ ആയിട്ട് അവരെയാണല്ലോ കാണുന്നത്. അപ്പോൾ പ്ലാന്റ്സിനെ എല്ലാം കൂടി ചേർത്ത് ഒരു കിങ്ഡമായ പ്ലാന്റിലും ഉൾപ്പെടുത്തി, അനിമൽസിനെ എല്ലാവരെയും കൂടെ ചേർത്ത് ഒരു കിങ്ഡമായ അനിമേലിയം. അതാണ് നമ്മുടെ ഇനി 2ാമത്തെ ചാപ്റ്റർ വരുന്ന പ്ലാന്റ് കിങ്ഡത്തിലേക്ക് വരുന്നത്. ശരിക്കും അതൊരു വെൽ അക്സെപ്റ്റഡ് ആയിട്ട് നമുക്ക് നോക്കാൻ സാധിക്കുകയില്ല. കാരണം അദ്ദേഹം പ്രോകാരിയോട്സ് എന്നോ യൂകാരിയോട്സ് എന്നോ യൂണിസെല്ലുലാറോ മൾട്ടിസെല്ലുലാറോ റീപ്രൊഡക്ഷനോ ഇത് യാതൊന്നും നോക്കിയിരുന്നില്ല. അതുപോലെ വൈറസിനെ കുറിച്ചും അദ്ദേഹം യാതൊരു കാര്യങ്ങളും പറഞ്ഞിരുന്നില്ല. ഇത്രയുമാണ് ആരുടെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്, കോൾ ലിനേയസിന്റെ ഡീമെറിറ്റ്സ്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ടിൽ തരുന്നതായിരിക്കും ഡീമെറിറ്റ്സ് എല്ലാം. അത് അഡീഷണൽ പോയിന്റ്സ് ആയിട്ട് പഠിച്ചാൽ മതിയായിരിക്കും ഡീമെറിറ്റ്സ്.
അപ്പോൾ എന്താണ് കോൾ ലിനേസിന്റെ ക്ലാസിഫിക്കേഷൻ? ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം, ഏർലിയസ്റ്റ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം അരിസ്റ്റോട്ടലിന്റെ ആയിരുന്നു. അപ്പോൾ അരിസ്റ്റോട്ടിൽ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത് നമുക്കറിയാം. പ്ലാന്റ്സിനെ വെറും ഹെർബും ഷർബും ട്രീസ് ഒന്നും ആക്കി, ആനിമൽസിനെ വെറും റെഡ് ബ്ലഡഡ് എന്നും നോൺ റെഡ് ബ്ലഡഡ് എന്നും ആക്കി കാറ്റഗറൈസ് ചെയ്തു. അതൊരിക്കലും അക്സെപ്റ്റഡ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന, കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ചില ഭാഗങ്ങളായിട്ട് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. അപ്പോൾ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം നോക്കണം, ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. ഈ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്ന സയന്റിസ്റ്റിന്റെ പേര് എന്താണ്? കോൾ ലിനേയസ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഹു പുട്ട് ഫോർവേഡ് ദ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം? അപ്പോൾ ആൻസർ ചെയ്യുക, കോൾ ലിനേയസ് put forward the two kingdom classification system. ആ ഓർഡറിൽ തന്നെ പഠിച്ചു വരണം, അതായിരിക്കും ശരിക്കും പഠിക്കാൻ ഈസി. അപ്പോൾ ഫസ്റ്റ് വൺ അരിസ്റ്റോട്ടലിന്റെ ഏർലിയസ്റ്റ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം, സെക്കൻഡ് വൺ ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം put forward by കോൾ ലിനേയസ്. ഏതൊക്കെയാണ് കിങ്ഡം? കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമേലിയ. എല്ലാ പ്ലാന്റ്സിനെയും കൂടെ പ്ലാന്റയിലും എല്ലാ ആനിമൽസിനെയും കൂടി അനിമേലിയയിലും ഉൾപ്പെടുത്തി. അതിന്റെ ഡീമെറിറ്റുകളായിരിക്കും ആരുടെ മെറിറ്റുകളാകുന്നത്? ഫൈവ് കിങ്ഡത്തിന്റെ തേർഡ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. അപ്പോൾ തേർഡ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ആരാ കൊണ്ടുവന്നത്? വിറ്റേക്കർ. R.H. Whittaker in 1969 put forward the five kingdom classification system and this is a well accepted classification system compared with others. മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വെൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എന്നറിയപ്പെടുന്നത് ആരുടെ തന്നെയാണ്? വിറ്റേക്കറുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് ഈ കിങ്ഡത്തിന്റെ കാര്യങ്ങളെല്ലാം. പക്ഷെ അന്ന് ജസ്റ്റ് എന്താണ് ആ കിങ്ഡം പേരുകൾ മാത്രമേ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ നമുക്ക് ഓരോ കിങ്ഡത്തെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പോൾ ശരിക്കും ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ഈ ഓരോ കിങ്ഡത്തെയും പഠിക്കുന്നതാണ് ഈ ചാപ്റ്റർ എന്ന്. അപ്പോൾ എന്താണ് വിറ്റേക്കറിന്റെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം? ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. First earliest classification system Aristotle. Next two kingdom classification put forward by Linnaeus, and the third one five kingdom classification system. Five kingdom classification system put forward is the scientist in the perana Whittaker. R.H. Whittaker in 1969 put forward the five kingdom classification system. അപ്പോൾ എന്തൊക്കെയാണ് ബേസിസ് എന്നുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടുന്നതല്ല ഇവിടെ തൊട്ടാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് ഫുൾ ആരെ കുറിച്ചിട്ടായിരിക്കണം? വിറ്റേക്കറുടെ 5 കിങ്ഡത്തെ കുറിച്ചിട്ടായിരിക്കണം നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ എന്നാലും നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം ഏർലിയസ്റ്റ് അരിസ്റ്റോട്ടലിൻ്റെയും അറിഞ്ഞിരിക്കണം, അതിനുശേഷം കൊണ്ടുവന്ന ടു കിങ്ഡം ക്ലാസിഫിക്കേഷൻ കോൾ ലിനേയസ് കൊണ്ടുവന്ന ടു കിങ്ഡം ക്ലാസിഫിക്കേഷനും അറിഞ്ഞിരിക്കണം. നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് ഏത് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ്? Five kingdom classification system put forward by the scientist R.H. Whittaker in 1969. ഓരോ ടേംസും ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ. ഇനി വിറ്റേക്കർ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 5 കിങ്ഡങ്ങളാക്കി മാറ്റിയത്? അപ്പം ലിനേയസ് നോക്കാത്തതായിരിക്കണം വിറ്റേക്കർ അവിടെ നോക്കിയത്. അപ്പം അതായിരിക്കണം അദ്ദേഹത്തിൻ്റെ ബേസിസ്. അതായത് എത്ര കിങ്ഡങ്ങളുടെ പേര് നമുക്ക് നോക്കാം. കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചേ, പ്ലാന്റേ ആൻഡ് അനിമേലിയ. 5 കിങ്ഡങ്ങളുടെ പേരുകളാണ് പറഞ്ഞത്. വിച്ച് ആർ ദ 5 കിങ്ഡംസ് ഓഫ് വിറ്റേക്കേഴ്സ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ? ഏതൊക്കെയാണ് 5 കിങ്ഡം? കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചേ, കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമേലിയ. ഈ 5 കിങ്ഡങ്ങളാണ് ഇവിടെ വരുന്നത് വിറ്റേക്കറിന്റെ 5 കിങ്ഡത്തിൽ വരുന്നത്. അപ്പോൾ വിറ്റേക്കറുടെ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ 5 കിങ്ഡങ്ങളാണ്. 5 കിങ്ഡങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചേ, കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമേലിയ. ഏതൊക്കെ ബേസിസ് ആണെന്ന് ചോദിച്ചാൽ ഓൺ ദ ബേസിസ് ഓഫ് സെൽ സ്ട്രക്ചർ, അതായത് അവർ പ്രോകാരിയോട്ട് ആണോ യൂകാരിയോട്ട് ആണോ എന്ന് കൺസിഡർ ചെയ്യുന്നതാണ് സെൽ സ്ട്രക്ചർ. സെക്കൻഡ് വൺ ദർ ബോഡി ഓർ താലസ് ഓർഗനൈസേഷൻ എന്ന് വെച്ചാൽ യൂണിസെല്ലുലാർ ആണോ മൾട്ടി സെല്ലുലാർ ആണോ അത് നോക്കിയിരുന്നു. അടുത്തത് മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഓട്ടോട്രോഫിക് ആണോ? ന്യൂട്രീഷൻ നമുക്കറിയാം അല്ലേ, എന്തൊക്കെയാണ് ന്യൂട്രീഷൻ? ഓട്ടോട്രോഫിക്കും ഉണ്ട് ഹെറ്ററോട്രോഫിക്കും ഉണ്ട്. ഓട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്ലാന്റ്സ് എടുക്കുകയാണെങ്കിൽ അവർ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിക്കുകയാണ്. സൺലൈറ്റിൻ്റെ ഹെൽപ്പോടുകൂടി സ്വന്തമായിട്ട് ഫുഡ് സിന്തസൈസ് ചെയ്ത് ജീവിക്കുന്നവരെ നമുക്ക് ഓട്ടോട്രോഫ്സ് എന്ന് വിളിക്കാം.
എന്നാൽ ഹെറ്ററോട്രോഫുകളാണെങ്കിലോ ഓട്ടോട്രോഫുകളെ ഡയറക്റ്റ് ആയോ ഇൻഡയറക്റ്റ് ആയോ ഡിപ്പെൻഡ് ചെയ്യുന്നവരായിരിക്കും ഹെറ്ററോട്രോഫ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഡെഫിനേഷനാണ്. ഓട്ടോട്രോഫ്സ് എന്ന് പറഞ്ഞാൽ സ്വന്തമായി ഫുഡ് പ്രിപ്പയർ ചെയ്യുക. ഹെറ്ററോട്രോഫുകൾ എന്ന് പറഞ്ഞാൽ ഓട്ടോട്രോഫുകളെ ഡയറക്റ്റ് ആയോ ഇൻഡയറക്റ്റ് ആയോ ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് ഹെറ്ററോട്രോഫ്. അതാണ് മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഇനി റീപ്രൊഡക്ഷൻ, സെക്ഷുവൽ അസെക്ഷുവൽ മെത്തേഡ് റീപ്രൊഡക്ഷൻ. ആൻഡ് ഫിഫ്ത്ത് വൺ വെരി ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണത് ഫൈലോജനറ്റിക്. ഫൈലോജനറ്റിക് മീൻസ് ഇവല്യൂഷൻ. അതായത് ഇവല്യൂഷൻ നമുക്കറിയാം, പരിണാമം സംഭവിച്ചു വരുന്നു. അതിനെ കൂടി ആര് കൺസിഡർ ചെയ്തിരുന്നു? വിറ്റേക്കർ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ പ്രപ്പോസ്ഡ് ദ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം? ആരാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നത്? വിറ്റേക്കർ ആണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് 1969. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നെയിം ഓഫ് ദി 5 കിങ്ഡംസ് അല്ലെങ്കിൽ നെയിം ദി 5 കിങ്ഡംസ്. 5 കിങ്ഡങ്ങളുടെ പേരുകൾ പറയുക. ഏതൊക്കെയാണത്? മൊണീറ, ആ ഓർഡറിൽ തന്നെ പഠിക്കണം. മൊണീറ, പ്രോക്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റൈ ആൻഡ് അനിമീലിയ. ഏതൊക്കെയാണ് 5 കിങ്ഡങ്ങളുടെ പേര്? മൊണീറ, പ്രോക്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റൈ ആൻഡ് അനിമീലിയ. തേർഡ് ക്വസ്റ്റ്യൻ, ബേസിസ് അല്ലെങ്കിൽ ക്രൈറ്റീരിയ ഫോർ ക്ലാസിഫിക്കേഷൻ. എന്താണ് അടിസ്ഥാനം? എന്ത് ബേസിസിലാണ് വിറ്റേക്കർ ക്ലാസിഫൈ ചെയ്തത്? ആ 5 ബേസിസും പഠിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. കാരണം ഈ ബേസിസ് ചോദിക്കും. അപ്പോൾ ഫസ്റ്റ് ബേസിസ് എന്താണ്? സെൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞു തന്നെ? ആ കിട്ടിയ ഓർഗാനിസം പ്രോകാരിയോട്ട് ആണോ യൂകാരിയോട്ട് ആണോ എന്ന് ആര് നോക്കിയിരുന്നു? വിറ്റേക്കർ. പക്ഷെ ലിനേഴ്സ് ഒന്നും അത് നോക്കിയിരുന്നില്ല. അതോടൊപ്പം തന്നെ ബോഡി ഓർ താലസ് ഓർഗനൈസേഷൻ അദ്ദേഹം നോക്കിയിരുന്നു. അതായത് ഒറ്റ സെല്ലുള്ളതാണോ ഒന്നിൽ കൂടുതൽ സെൽ. ഒറ്റയാണെങ്കിൽ യൂണി, ഒന്നിൽ കൂടുതലാകുന്നത് മൾട്ടി. യൂണി ആണോ മൾട്ടി ആണോ എന്ന് നോക്കിയിരുന്നു. ദാറ്റ് ഈസ് സെറ്റ് ടു ബി ബോഡി ഓർ താലസ് ഓർഗനൈസേഷൻ. തേർഡ് വൺ, മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഭക്ഷണ രീതി നോക്കിയിരുന്നു. സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതാണോ അതോ പ്രിപ്പയർ ചെയ്യുന്നവരെ ഡയറക്റ്റ് ആയോ ഇൻഡയറക്റ്റ് ആയോ ഡിപ്പെൻഡ് ചെയ്യുന്ന ഹെറ്ററോട്രോഫുകളാണ്. അതായത് ഓട്ടോട്രോഫുകളാണോ ഹെറ്ററോട്രോഫുകളാണോ എന്നും നോക്കിയിരുന്നു. ഫോർത്ത് വൺ, മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. അസെക്ഷുവൽ ആണോ സെക്ഷുവൽ ആണോ എന്ന് നോക്കിയിരുന്നു. അതുകൂടാതെ അഞ്ചാമത്തെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഇവല്യൂഷണറി ബേസിസ്. ഇവല്യൂഷനെ വിളിക്കുന്ന മറ്റൊരു പേര് തന്നെയാണ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. അതുകൂടി ആര് നോക്കിയിരുന്നു? വിറ്റേക്കർ. But these are the criteria for classification of organisms into 5 kingdom according to Whittaker. അപ്പോൾ വിറ്റേക്കറിന്റെ 5 kingdom classification ആണ്. The kingdoms are Monera, Protista, Fungi, Plantae and Animalia. ഏതൊക്കെ ബേസിസിൽ? On the basis of first one, cell structure, whether they are prokaryote or eukaryote. Second one, body or thallus organization, either unicellular or multicellular. Third one, mode of nutrition, autotrophic or heterotrophic. Fourth one, reproduction, asexual or sexual. And fifth one, phylogenetic or evolutionary relationship. ഇനി നിങ്ങൾക്ക് ഒരു എളുപ്പ വഴി ഒരു ചാർട്ട് കൂടി പറഞ്ഞുതരാം. അതായത് ഈ ക്വസ്റ്റ്യനകത്ത് ചോദിക്കുന്നതാണ് മൊണീറയിൽ എങ്ങനെയുള്ള ഓർഗാനിസംസ് ആണ് വരിക. അപ്പോൾ ഈ ബേസിസ് എല്ലാം ഉൾപ്പെടുത്തി വേണം നമ്മൾ പറയാൻ. പ്രോട്ടിസ്റ്റയിൽ എങ്ങനെയുള്ള ഓർഗാനിസംസ് ആണ് വരിക, ഫഞ്ചയിൽ എങ്ങനെയുള്ള ഓർഗാനിസംസ് വരും, പ്ലാന്റിൽ എങ്ങനെയുള്ള ഓർഗാനിസംസ് വരും, അനിമേലിൽ എങ്ങനെയുള്ള ഓർഗാനിസംസ് വരും. ശരിക്കും ക്ലാസ് ആയിരിക്കുമ്പോൾ നിങ്ങൾ തനിയെ എഴുതിപ്പിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും പറഞ്ഞു തരിക. അപ്പോൾ നമുക്ക് അതിനുള്ള ഒരു സാഹചര്യം അല്ലാത്തത് കൊണ്ട് ചാർട്ട് എഴുതിയിട്ട് ഞാനത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് നിന്ന് ഒരു പരിധി വരെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ശരിക്കും ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അതിനെ ചാർട്ടും കൂടെ ആക്കി തരുന്നത്. ചെറിയ ക്ലാസ്സിലും ആ ചാർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. അപ്പോൾ ശരിക്കും നമുക്ക് അതിലേക്ക് പോകാൻ വേണ്ടി അപ്പോൾ അത് എന്താണ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എന്നുള്ളതൊന്ന് സമ്മറൈസ് ചെയ്യാണ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം പഠിക്കുന്നത് ഇങ്ങനെ ഈ 2 ചാപ്റ്ററുകൾ ബേസ് ആയതുകൊണ്ട് ഏത് രീതിയിൽ പഠിക്കണമെന്നും കൂടി ഞാൻ പറഞ്ഞുതരും. ആ രീതിയിൽ തന്നെ പഠിച്ചു പോകണം. ഫസ്റ്റ് വൺ, നിങ്ങൾ ആദ്യത്തെ ഏർലിയസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ് തന്നെ പഠിക്കണം. ഫസ്റ്റ് വൺ, ദ ഏർലിയസ്റ്റ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം പുട്ട് ഫോർവേഡ് ബൈ ആര്? അരിസ്റ്റോട്ടിൽ. ഇനി the basis, on the basis of external features, that is morphological characters, he classified plants into herbs, shrubs and trees, and animals into red-blooded and non-red-blooded. Demerit സ്വാഭാവികമായിട്ടുണ്ടാകും. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് second classification system is 2 kingdom classification system. 2 kingdom classification system is put forward by the scientist called Linnaeus. Linnaeusന്റെ ആണ് 2 kingdom classification system. ഏതൊക്കെയാണ് ആ കിങ്ഡം? കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമേലിയ. അപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടാകത്തില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഡീമെറിറ്റ്.
അത് ആര് നോക്കിയിരുന്നു? വിറ്റേക്കർ. അപ്പൊ ഈ ബേസിസ് ആയിരിക്കണം ആരുടെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്? കോളിനേഴ്സ്. അത് നോട്ടിൽ എഴുതുമ്പോൾ മനസ്സിലാവും നമുക്ക്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ആണ് തേർഡ് വൺ. ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം പുട്ട് ഫോർവേഡ് ബൈ R.H. വിറ്റേക്കർ 1969. അദ്ദേഹത്തിന്റെ കിങ്ഡങ്ങളുടെ പേരുകൾ എന്തെല്ലാം? ഇപ്പൊ മൈക്രോസ്കോപ്പിക് തൊട്ട് ഈവൻ അനിമേലിയ വരുമ്പോൾ പറയും നമ്മുടെ സുപ്പീരിയർ ആയിട്ടുള്ള ഹ്യൂമൻസിനെ വരെ അദ്ദേഹം കാറ്റഗറൈസ് ചെയ്തു. അപ്പൊ ഏതൊക്കെയാണ് കിങ്ഡങ്ങളുടെ പേര്? മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റേ ആൻഡ് അനിമേലിയ. ആദ്യം ഓർഡറിൽ തന്നെ കിങ്ഡങ്ങൾ പഠിക്കുക. രണ്ടാമത് എന്ത് പഠിക്കണം? എന്തിന്റെ അടിസ്ഥാനം? ബേസിസ് അല്ലെങ്കിൽ ക്രൈറ്റീരിയ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും. ഏതൊക്കെ ബേസിസ് ആണ്? ഫസ്റ്റ് വൺ സെൽ സ്ട്രക്ചർ. സെൽ സ്ട്രക്ചറിൽ അദ്ദേഹം എന്താ നോക്കിയത്? ഓർഗാനിസങ്ങൾ പ്രോകാരിയോട്ടുകളാണോ യൂകാരിയോട്ടുകളാണോ? നെക്സ്റ്റ് ഈസ് ബോഡി ഓർ താലസ് ഓർഗനൈസേഷൻ. അതിൽ യൂണിസെല്ലുലാർ ആണോ മൾട്ടി ആണോ? തേർഡ് വൺ മോഡ് ഓഫ് ന്യൂട്രീഷൻ. ഫോർത്ത് വൺ റീപ്രൊഡക്ഷൻ ആൻഡ് ഫിഫ്ത്ത് വൺ ഫൈലോജനറ്റിക് ഓർ എവല്യൂഷണറി റിലേഷൻഷിപ്പ്. ഇനി എങ്ങനെ നിങ്ങൾക്ക് സ്വയം എഴുതാൻ സാധിക്കും? മൊണീറയിൽ എങ്ങനെ ഉള്ള ഓർഗാനിസംസ് വരുന്നു, പ്രോട്ടിസ്റ്റയിൽ എങ്ങനെ വരുന്നു എന്നൊക്കെ ഉള്ളത് ഒരു ചാർട്ട്, ഒരു ഷോർട്ട് കട്ട് പോലെ പറഞ്ഞുതരാം. അത് പഠിച്ചു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. മൊണീറയിൽ എങ്ങനെയുള്ളതാണ്, പ്രോട്ടിസ്റ്റയിൽ എങ്ങനെയാണ്, ഫഞ്ചൈൽ. ഈവൻ എൻട്രൻസിന് പോലും വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ 5 കിങ്ഡത്തിനെ കുറിച്ച് പഠിച്ചു. അതായത് വിറ്റേക്കറിന്റെ മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റേ, അനിമേലിയ. ഈ 5 കിങ്ഡങ്ങൾ തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ 5 കിങ്ഡത്തിൽ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. വിച്ച് ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് കംസ് അണ്ടർ ദ കിങ്ഡം മൊണീറ? വിച്ച് ടൈപ്പ് ഓഫ് കംസ് അണ്ടർ ഫഞ്ചൈ? വിച്ച് ടൈപ്സ് ഓഫ് കംസ് അണ്ടർ പ്രോട്ടിസ്റ്റ? അപ്പോൾ വെറുതെ കാണാതെ പഠിക്കുന്നതിനേക്കാളും നമുക്ക് മനസ്സിലാക്കി ഒന്ന് പഠിക്കാം. ശരിക്കും എങ്ങനെയുള്ള ഓർഗാനിസംസ് വരുന്നു നിങ്ങൾ തനിയെ എഴുതാം, തെറ്റാതെ തന്നെ എഴുതും. കാരണം നമുക്ക് ഓരോ കിങ്ഡങ്ങൾ പഠിക്കണം. അപ്പോൾ ശരിക്കും നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് വിറ്റേക്കറിന്റെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ചാപ്റ്റർ ഉദ്ദേശിക്കുന്നത്. അതിൽ മൊണീറയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, അനിമേലിയ, പ്ലാന്റേ, ഈ ഓരോ കിങ്ഡത്തെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അതിനകത്ത് അനിമേലിയയും പ്ലാന്റേയും മാത്രം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കില്ല. കാരണം മനസ്സിലാവും നിങ്ങൾക്ക്. അനിമേലിയ സുവോളജിയിൽ അനിമൽ കിങ്ഡം എന്ന് പറഞ്ഞ് പഠിക്കും. പ്ലാന്റേ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററായ പ്ലാന്റ് കിങ്ഡം. അപ്പോൾ കൂടുതലും ഡീറ്റെയിൽ ആയിട്ട് ആരൊക്കെ പഠിക്കേണ്ട ചാപ്റ്ററിനകത്ത്? മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, കൂടാതെ വൈറസ് കൂടി പഠിക്കണം. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയുള്ള ഓർഗാനിസം ആണ് ഈ കിങ്ഡത്തിൽ വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ ബേസിസ് ആയിരുന്നു നമ്മൾ വിറ്റേക്കറിന് പറഞ്ഞത്? ഒന്ന് സെൽ സ്ട്രക്ചർ, സെക്കൻഡ് വൺ ബോഡി ഓർ താലസ് ഓർഗനൈസേഷൻ, തേർഡ് വൺ മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഫോർത്ത് വൺ റീപ്രൊഡക്ഷൻ ആൻഡ് ഫിഫ്ത്ത് വൺ ഫൈലോജനറ്റിക് ഓർ എവല്യൂഷണറി റിലേഷൻഷിപ്പ്. എല്ലാം ഒന്നും എടുക്കുന്നില്ല, നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. അടുത്തതിൽ നമ്മളിവിടെ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വൺ ഓൺ ദ ബേസിസ് ഓഫ് സെൽ സ്ട്രക്ചർ തന്നെ നോക്കാം. വിറ്റേക്കർ നോക്കിയപ്പോൾ ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്. ആ ഓർഗാനിസത്തിൽ നോക്കിയപ്പോൾ അദ്ദേഹം കുറേ പേരെ പ്രോകാരിയോട്ട് എന്നും കാണാൻ സാധിച്ചു, കുറേ പേരെ യൂകാരിയോട്സ്. അപ്പം എന്താ മനസ്സിലായത്? ആദ്യം ഒത്തിരി ഓർഗാനിസംസ് ഞാൻ പറഞ്ഞു, മൈക്രോസ്കോപ്പിക് തൊട്ട് ഹൈലി സുപ്പീരിയർ ആയിട്ടുള്ള ഹ്യൂമൻസിനെ വരെയാണ് വിറ്റേക്കർ ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിനെയും കാണാൻ സാധിച്ചു, യൂകാരിയോട്ടിക് ഓർഗാനിസത്തിനെ. അപ്പം അങ്ങനെ രണ്ടുപേരെ കിട്ടുമ്പോൾ രണ്ടുപേരെ ഒരുമിച്ചാക്കാൻ സാധിക്കില്ല. നമ്മൾ എന്ത് ചെയ്തു? 2 ഡിവൈഡ് ചെയ്ത് വെച്ചു. So he classified at first organisms into prokaryote and eukaryote on the basis of first one cell structure. അത് prokaryote ആണോ eukaryote ആണോ എന്ന് അദ്ദേഹം നോക്കിയിരുന്നു. അടുത്ത ബോഡി നോക്കി. കുറേ പേരിൽ യൂണിസെല്ലുലാർ ആണോ മൾട്ടി സെല്ലുലാർ ആണോ നോക്കിയപ്പോൾ പ്രോകാരിയോട്സിൽ മെജോറിറ്റിയും ആരെയാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്? യൂണിസെല്ലുലാർ. അപ്പോൾ പ്രോകാരിയോട്സിൽ മെജോറിറ്റി ആരെയാണ് കാണാൻ സാധിച്ചത് അദ്ദേഹത്തിന്? യൂണിസെല്ലുലാർ. എന്നാൽ യൂകാരിയോട്സിൽ അദ്ദേഹം നോക്കിയപ്പോൾ നമ്മളൊക്കെ മൾട്ടി സെല്ലുലാർ ആണ്, അദ്ദേഹത്തിന് യൂണിസെല്ലുലാർ ആയിട്ടുള്ളവരെയും കാണാൻ സാധിച്ചു, മൾട്ടി സെല്ലുലാർ ആയിട്ട്. അപ്പോൾ ഫസ്റ്റ് എങ്ങനെയാണ് അദ്ദേഹം കാറ്റഗറൈസ് ചെയ്തത്? ഓർഗാനിസത്തിൽ നോക്കിയപ്പോൾ കുറേ പേര് പ്രോകാരിയോട്സ് ഉണ്ടായിരുന്നു, കുറേ പേര് യൂകാരിയോട്സ്. അപ്പോൾ അദ്ദേഹം പ്രോകാരിയോട്സിനെയും ഒരു ബ്രാഞ്ച് കൊടുത്തു, യൂകാരിയോട്സിനെയും ഒരു ബ്രാഞ്ച് കൊടുത്തു. അതിൽ അദ്ദേഹം ബോഡി ഓർഗനൈസേഷൻ നോക്കി. യൂണിസെല്ലുലാർ ഉണ്ടോ മൾട്ടി സെല്ലുലാർ? പ്രോകാരിയോട്സിൽ മെജോറിറ്റിയും അദ്ദേഹത്തിന് ആരെയാ കാണാൻ സാധിച്ചത്? യൂണിസെല്ലുലാർ. അതുകൊണ്ട് അവരെ അദ്ദേഹം ആദ്യത്തെ കിങ്ഡമായ മൊണീറയിൽ ഉൾപ്പെടുത്തി. ഏത് കിങ്ഡത്തിലാണ് ഉൾപ്പെടുത്തിയത്? മൊണീറ. അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് കംസ് അണ്ടർ ദ കിങ്ഡം മൊണീറ?
മൊണീറയിൽ എങ്ങനെയുള്ള ഓർഗാനിസംസ് ആണ് വരിക? അപ്പൊ നിങ്ങൾക്ക് സ്വയമേ പറയാം. അദ്ദേഹം നോക്കി പ്രോകാരിയോട്ട് ആണ്. ശരിയാണ്. പ്രോകാരിയോട്ടിൽ തന്നെ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കും എവിടെ വരിക? മൊണീറ. ഇനി യൂകാരിയോട്ടിൽ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ആരെയൊക്കെ കാണാൻ സാധിച്ചു? യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസത്തിനെ കാണാൻ സാധിച്ചു, മൾട്ടി സെല്ലുലർ. രണ്ടുപേരെ ഒരുമിച്ചാക്കാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. യൂണി ഒറ്റ സെല്ലുള്ളതും മൾട്ടി ഒരുപാട് സെല്ലുള്ളതും. അപ്പോൾ അവിടെയും അദ്ദേഹം 2 ബ്രാഞ്ച് കൊടുത്തു. അപ്പോൾ യൂകാരിയോട്ടിൽ തന്നെ അദ്ദേഹത്തിന് ആരെയൊക്കെ കാണാൻ സാധിച്ചു? യൂണിസെല്ലുലാറിനെ കാണാൻ സാധിച്ചു, മൾട്ടി. അതുകൊണ്ട് അവിടെ അദ്ദേഹം എത്ര ബ്രാഞ്ച് ചെയ്തു? 2 ബ്രാഞ്ച്. ഒന്ന് യൂണിസെല്ലുലാർ എന്നും ഒന്ന് മൾട്ടി സെല്ലുലാർ. അങ്ങനെ യൂണിസെല്ലുലാർ ആയിട്ടുള്ളവരെ ഏതിൽ ഉൾപ്പെടുത്തി? കിങ്ഡം പ്രോട്ടിസ്റ്റ. അപ്പൊ എങ്ങനെയുള്ള ഓർഗാനിസം ആണ് പ്രോട്ടിസ്റ്റയിൽ വരിക? യൂകാരിയോട്ടിക് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് കംസ് അണ്ടർ ദ കിങ്ഡം പ്രോട്ടിസ്റ്റ. ഇനി മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസത്തിൽ തന്നെ അദ്ദേഹം നോക്കിയപ്പോൾ ചിലർക്കൊക്കെ സെൽ വാളും കാണാൻ സാധിച്ചു, ചിലർക്ക് സെൽ വാൾ കാണാനും സാധിച്ചില്ല. അപ്പൊ സെൽ വാൾ ഉള്ളത് വേറെ, സെൽ വാൾ ഇല്ലാത്തത് വേറെ. സെൽ വാൾ എന്താ? നമ്മുടെ സെല്ലിന്റെ ഒന്നാമത്തെ കമ്പോണന്റായ സെൽ മെംബ്രെയിന്റെ ചുറ്റും കാണുന്ന അഡീഷണൽ പ്രൊട്ടക്ഷൻ ആണ് സെൽ വാൾ. നമുക്കൊന്നും സെൽ വാൾ ഇല്ല. അനിമൽസിന്, പ്ലാന്റ്സിനൊക്കെ എന്തുണ്ട്? സെൽ വാൾ ഉണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലേ, സെൽ വാൾ ഉള്ളവരുമുണ്ട്, സെൽ വാൾ ഇല്ലാത്തവരും. അപ്പോൾ അവർ രണ്ടുപേരെ ഒരുമിച്ചാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അദ്ദേഹം സെൽ വാൾ ഇല്ലാത്തവരെ ഒരു കിങ്ഡത്തിനകത്ത് കൊണ്ടിട്ടു. അതേതാണ് കിങ്ഡം? അനിമേലിയ. നമ്മളൊക്കെ ആനിമൽസിൽ വരുന്നതാണ്. നമുക്ക് എന്തില്ല? സെൽ വാൾ ഇല്ല. അപ്പൊ സെൽ വാൾ ഉള്ളത് തന്നെ ആരായിരിക്കും? പ്ലാന്റിൽ വരണം. എന്നാൽ നമുക്ക് ഇനി ആരും കൂടി ഉണ്ട് ക്ലാസിഫൈ ചെയ്യാൻ? ഫഞ്ചി. അപ്പൊ അദ്ദേഹം ഒരു മോഡ് ഓഫ് ബേസിസും കൂടെ എടുത്തു. ദാറ്റ് ഇസ് മോഡ് ഓഫ് ന്യൂട്രീഷൻ. മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോട്രോഫിക് ആണോ ഹെറ്ററോട്രോഫിക് ആണോ? സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതാണോ, അതേ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവരെ ഡയറക്റ്റ് ആയിട്ടാണോ ഇൻഡയറക്റ്റ് ആയിട്ടാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത്? നോക്കിയപ്പോൾ സെൽ വാൾ ഉള്ളവരിൽ തന്നെ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നവരെയും കാണാൻ സാധിച്ചു, അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെയും കാണാൻ സാധിച്ചു. അതായത് ഓട്ടോട്രോഫുകളെയും കാണാൻ സാധിച്ചു, ഹെറ്ററോട്രോഫുകളെയും കാണാൻ സാധിച്ചു. അങ്ങനെ അദ്ദേഹം ഓട്ടോട്രോഫുകളെ പ്ലാന്റയിലും ഉൾപ്പെടുത്തി. ഹെറ്ററോട്രോഫ് എസ്പെഷ്യലി സാപ്രോഫൈറ്റുകളാണ്, ഡെഡ് മാറ്ററിനെ കഴിക്കുന്നവരാണ്. ഹെറ്ററോട്രോഫ്സുകളെ അദ്ദേഹം ഏതിലും ഉൾപ്പെടുത്തി? ഫഞ്ചി. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഓർഗാനിസത്തിന് ഇത്രയും നിങ്ങൾ കിങ്ഡം തന്നെയാണ് ഇവിടെ പറയുന്നത്. മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചി, പ്ലാന്റ്, അനിമേലിയ തന്നെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ നിങ്ങളോട് ചോദിക്കുന്ന ഒരു വേ ഓഫ് ക്വസ്റ്റ്യൻ, അതിപ്പോഴും നല്ല എൻട്രൻസിനായാലും കൂടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ചാർട്ട് പറഞ്ഞു തന്നത്. അപ്പോൾ അവിടെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, സ്വന്തമായിട്ട് മനസ്സിലാക്കി എഴുതാൻ പറ്റും. അപ്പോൾ ആ ബേസിസ് എങ്ങനെയാണെന്ന് നോക്കാം. ഓർഗാനിസത്തെ അദ്ദേഹം 2 പേരെ കണ്ടു, പ്രോകാരിയോട്സും യൂകാരിയോട്സും. അതുകൊണ്ട് അദ്ദേഹം 2 ബ്രാഞ്ച് കൊടുത്തു, പ്രോകാരിയോട്ട് എന്നും യൂകാരിയോട്ട് എന്നും. അതിൽ അദ്ദേഹം നോക്കി ബോഡി എങ്ങനെയാണ്? യൂണിസെല്ലുലാർ ഉണ്ട്, മൾട്ടി സെല്ലുലാർ ഉണ്ട്. പ്രോകാരിയോട്ടുകളിൽ തന്നെ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസത്തെ അദ്ദേഹം മൊണീറയിൽ ഉൾപ്പെടുത്തി. യൂകാരിയോട്ടിൽ തന്നെ യൂണിസെല്ലുലാറും ഉണ്ടായിരുന്നു, മൾട്ടി സെല്ലുലാറും ഉണ്ടായിരുന്നു. യൂകാരിയോട്ടുകളിൽ യൂണിസെല്ലുലാർ ആയിട്ടുള്ളവരെ ഏതിൽ ഉൾപ്പെടുത്തി? പ്രോട്ടിസ്റ്റ. മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ളവരിൽ തന്നെ സെൽ വാൾ ഉള്ളവരെയും കാണാൻ സാധിച്ചു, സെൽ വാൾ ഇല്ലാത്തവരെയും. അപ്പൊ സെൽ വാൾ ഇല്ലാത്തവരെ അനിമേലിയിലും, സെൽ വാൾ ഉള്ളവരിൽ തന്നെ ഓട്ടോട്രോഫി കാണിക്കുന്നവരെ പ്ലാന്റിലും, സെൽ വാൾ ഉള്ളതിൽ തന്നെ ഹെറ്ററോട്രോഫി കാണിക്കുന്നത് ഫഞ്ചിയിലും. അപ്പൊ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പറയേണ്ടതെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് കംസ് അണ്ടർ ദ കിങ്ഡം ഫഞ്ചി? ഫഞ്ചിയിൽ എങ്ങനെയുള്ള ഓർഗാനിസംസ് വരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എവിടെ തൊട്ട് പറയണം? ഫസ്റ്റ് വൺ, യൂകാരിയോട്ടിക് ഓർഗാനിസംസ്, ദാറ്റ് ഈസ് മൾട്ടി സെല്ലുലാർ with cell wall showing heterotrophic nutrition comes under the kingdom fungi. ഇനി പ്ലാന്റിൽ എങ്ങനെയുള്ള ഓർഗാനിസംസ് വരുമെന്ന് ചോദിച്ചാൽ യൂകാരിയോട്ടിക് മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ് വിത്ത് സെൽ വാൾ ഷോയിങ് ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ കംസ് അണ്ടർ ദ കിങ്ഡം പ്ലാന്റി. അനിമേലിയയിൽ ആര് വരുമെന്ന് ചോദിച്ചാൽ യൂകാരിയോട്ടിക് മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ് വിത്തൗട്ട് സെൽ വാൾ കംസ് അണ്ടർ അനിമേലിയ. പ്രോട്ടിസ്റ്റയിൽ ആര് വരുമെന്ന് ചോദിച്ചാൽ യൂകാരിയോട്ടിക് യൂണിസെല്ലുലാർ കംസ് അണ്ടർ ദ കിങ്ഡം പ്രോട്ടിസ്റ്റ. മൊണീറയിൽ ആര് വരുമെന്ന് ചോദിച്ചാൽ പ്രോകാരിയോട്ടിക് യൂണിസെല്ലുലാർ ഓർഗാനിസംസ്. പ്രോകാരിയോട്ടിക് തന്നെ യൂണിസെല്ലുലാർ ആണ്. പ്രോകാരിയോട്ടിക് യൂണിസെല്ലുലാർ ഓർഗാനിസംസ് കംസ് അണ്ടർ ദ കിങ്ഡം മൊണീറ. എത്രത്തോളം മനസ്സിലായെന്ന് അറിയില്ല. ശരിക്കും ക്ലാസ് ആണെന്നെങ്കിൽ തനിയെ ചാർട്ട് വരപ്പിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ മാക്സിമം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ശരിക്കും ഈ ഒരു ആരോ വെച്ച് വേണം അതിനകത്ത് ഡെഫിനിഷൻ.
ഇത് കൂടാതെ നമ്മൾ ഓരോ കിങ്ഡം പഠിക്കുമ്പോഴും ഡെഫിനിഷൻ ഇതുപോലെ തരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറയാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് എളുപ്പത്തിന് ഈ ചാർട്ട് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ സെഷനിൽ പഠിച്ചത്. അപ്പോൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓർഡറിൽ തന്നെ വരിക, അരിസ്റ്റോട്ടൽ, പിന്നെ 2 കിങ്ഡം ലിനേയസ്, പിന്നെ 5 കിങ്ഡം. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കാനുള്ള 5 കിങ്ഡം. അപ്പോൾ 5 കിങ്ഡത്തിൻ്റെ പേര്, അതിൻ്റെ ബേസിസും പഠിച്ചു. അതെങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം, ഓരോ കിങ്ഡത്തെ ഡിഫൈൻ ചെയ്യുന്നതാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അനിമേലിയിൽ ആര് വരുമെന്ന് ചോദിച്ചാൽ ആ ചാർട്ട് സ്റ്റാർട്ടിങ് തൊട്ടേ പറയണം. യൂകാരിയോട്ടാണ്, മൾട്ടി സെല്ലാറാണ്, വിത്തൗട്ട് സെൽ വാൾ കംസ് അണ്ടർ അനിമേലിയ. അപ്പോൾ ഇത് കാണാതെ പഠിക്കുന്നതിനേക്കാളും ചാർട്ട് മനസ്സിലാക്കി സ്വന്തമായിട്ട് തെറ്റാതെ എഴുതാൻ സാധിക്കും. അതിനാണ് നിങ്ങൾക്ക് ഈ ചാർട്ടും കൂടി അഡീഷണൽ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ. താങ്ക് യു.